ഹലോ ഓൾ, വെൽക്കം ടു ഈസി സ്കോട്ട്സ്. ഇറ്റ്സ് മീ ഹരിത. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പെഡഗോഗിക് പ്രാക്ടീസസ് ഇൻ ഇംഗ്ലീഷ് സെക്കൻഡ് സെമസ്റ്റർ ഇംഗ്ലീഷ് ഓപ്ഷനിലെ ഫസ്റ്റ് യൂണിറ്റായ മെത്തേഡ്സ്, അപ്രോച്ചസ്, ടെക്നിക്സ് ഓഫ് ടീച്ചിങ് ഇംഗ്ലീഷ്. ആ യൂണിറ്റിലെ സെക്കൻഡ് ടോപ്പിക്കാണ് അപ്രോച്ചസ് ഓഫ് ടീച്ചിങ് ഇംഗ്ലീഷ്. അതാണ് നമ്മൾ പഠിക്കുന്നത്. സോ അപ്രോച്ചസ് എന്ന് പറയുമ്പോൾ ഒരു 5 അപ്രോച്ചസ് ആണ് നമ്മൾ പഠിക്കാനുള്ളത്. സ്ട്രക്ചറൽ അപ്രോച്ച്, ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച്, കമ്മ്യൂണിക്കേറ്റീവ് അപ്രോച്ച്, ടാസ്ക് ബേസ്ഡ് ലാംഗ്വേജ് ടീച്ചിങ് TBLT, അഞ്ചാമതാണ് കോമ്പിറ്റൻസ് ബേസ്ഡ് ലാംഗ്വേജ് ടീച്ചിങ് CBLT. നമ്മൾ CBLT പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. സോ ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്ട്രക്ചറൽ അപ്രോച്ചാണ്. എന്താണ് സ്ട്രക്ചറൽ അപ്രോച്ച്? പേര് പറയുന്നത് പോലെ തന്നെ, അല്ലെങ്കിൽ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ, സ്ട്രക്ചറിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ലാംഗ്വേജ് പഠിക്കുമ്പം അതിൻ്റെ സ്ട്രക്ചറിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം എന്ന് വാദിക്കുന്ന തരത്തിലുള്ള അപ്രോച്ചിനെയാണ് നമ്മൾ സ്ട്രക്ചറൽ അപ്രോച്ച് എന്ന് പറയുന്നത്. ഇതിന് പ്രധാനമായും 3 പേരുകൾ കൂടിയുണ്ട്. സ്ട്രക്ചറൽ സിറ്റുവേഷണൽ അപ്രോച്ച്, സ്ട്രക്ചറൽ ഓറൽ സിറ്റുവേഷണൽ അപ്രോച്ച്, ഓറൽ അപ്രോച്ച്. പേര് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും സ്ട്രക്ചറിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് നമ്മൾ ഈ അപ്രോച്ച് പഠിക്കുന്നത് പറഞ്ഞു. അതേപോലെ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻസ് അനുസരിച്ചായിരിക്കും നമ്മൾ ആ ഒരു സ്ട്രക്ചർ യൂസ് ചെയ്തിട്ട് ആ ലാംഗ്വേജ് പഠിക്കുന്നത്. അതുകൊണ്ടാണ് സ്ട്രക്ചറൽ സിറ്റുവേഷണൽ അപ്രോച്ച് എന്ന് ഇതിന് പേര് വന്നിട്ടുള്ളത്. രണ്ടാമത് പറയുകയാണെങ്കിൽ സ്ട്രക്ചറൽ ഓറൽ സിറ്റുവേഷൻ അപ്രോച്ച്. നമ്മൾ ഇവിടെ സ്ട്രെസ്സ് കൊടുക്കുന്നത് സ്പീച്ചിനാണ്, അല്ലെങ്കിൽ ഓറൽ കമ്മ്യൂണിക്കേഷനാണ് നമ്മളിവിടെ ഈ ഒരു അപ്രോച്ചിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ സ്ട്രക്ചറൽ ഓറൽ സിറ്റുവേഷണൽ അപ്രോച്ച് അല്ലെങ്കിൽ ഓറൽ അപ്രോച്ച് എന്നൊക്കെ പറയുന്നത്. ഇറ്റ് ഗിവ്സ് പ്രൊമിനൻസ് ടു ടീച്ചിങ് സ്ട്രക്ചേഴ്സ്. ഏതൊരു ലാംഗ്വേജ് പഠിക്കണമെങ്കിലും, ഏതൊരു ലാംഗ്വേജ് നമ്മൾ കരസ്ഥമാക്കണമെങ്കിലും ആദ്യം അതിൻ്റെ ആ ലാംഗ്വേജിൻ്റെ സ്ട്രക്ചർ അത് പഠിക്കണം. ആ സ്ട്രക്ചറിലൂടെ മാത്രമേ നമുക്ക് ആ ലാംഗ്വേജിൽ ഫ്ലുവൻ്റ് ആവാൻ വേണ്ടി പറ്റുള്ളൂ എന്ന് വാദിക്കുന്ന തരത്തിലുള്ള അപ്രോച്ചാണ് സ്ട്രക്ചറൽ അപ്രോച്ച്. Structural approach is the presentation and practice of carefully selected and graded grammatical materials of English in effective and meaningful situations, initially through speech and later through reading and writing. സ്ട്രക്ചറൽ അപ്രോച്ചിൻ്റെ ഒരു ഹിസ്റ്ററി ഓഫ് ഒറിജിൻ പറയുകയാണെങ്കിൽ നമുക്കത് സെക്കൻഡ് വേൾഡ് വാർ മുതലാണെന്ന് പറയാം. 1942 ആർമി സ്പെഷ്യലൈസ്ഡ് ട്രെയിനിങ് പ്രോഗ്രാം എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടായി. എന്തിനാന്ന് വെച്ചാൽ US ആർമിയെ അവരെ എനിമി ലാംഗ്വേജസ് ഒരു ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ പെട്ടെന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് രൂപം കൊണ്ട ഒരു ഓർഗനൈസേഷനാണ് ഈ ഒരു ASTP എന്ന് പറയുന്നത്. സോ കുറേ അധികം ഫേമസ് ലിംഗ്വിസ്റ്റ്സ്, അതേപോലെ അമേരിക്കൻ യൂണിവേഴ്സിറ്റീസ് ഒക്കെ ഇതിന് വേണ്ടിയിട്ട് ഈ ഒരു ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അതിലൂടെയാണ് പുതിയൊരു ബ്രാഞ്ച് ഓഫ് ലിംഗ്വിസ്റ്റിക്സ് ഉണ്ടായി വന്നിട്ടുള്ളത്. അതിനെയാണ് നമ്മൾ സ്ട്രക്ചറൽ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്നത്. 1939 ചാൾസ് റീസും അദ്ദേഹത്തിൻ്റെ കുറച്ച് അസോസിയേറ്റ്സും ഡയറക്റ്റ് മെത്തേഡ് പാർഷ്യലി റിജക്റ്റ് ചെയ്യേണ്ടായി. നമുക്കറിയാം ഡയറക്റ്റ് മെത്തേഡ് ഗ്രാമറിനൊന്നും അധികം ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നില്ല. വേണമെങ്കിൽ ഗ്രാമർ പഠിപ്പിക്കാം എന്നേ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഡയറക്റ്റ് മെത്തേഡിൽ. പക്ഷേ ഇവിടെ സ്ട്രക്ചറൽ അപ്രോച്ച് എന്ന് പറയുന്നത് they emphasized listening and speaking but did not neglect reading and writing. റീഡിങ്ങിനും റൈറ്റിങ്ങിനും ഇമ്പോർട്ടൻസ് അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. സ്ട്രക്ചറൽ അപ്രോച്ചിൽ ലിസണിങ്ങിനും സ്പീക്കിങ്ങിനും കൊടുക്കുന്നത് പോലെ തന്നെ റീഡിങ്ങിനും റൈറ്റിങ്ങിനും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്ട്രക്ചറാലിസം എന്ന് പറയുന്നത്, സ്ട്രക്ചറാലിസത്തിൻ്റെ ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഈ ഡയറക്റ്റ് മെത്തേഡിലൂടെയാണെന്ന് നമുക്ക് പറയാം. 1952 ഈ അപ്രോച്ച്, സ്ട്രക്ചറൽ അപ്രോച്ച് ഇന്ത്യ എന്ന് പറയുമ്പോൾ തമിഴ്നാട്ടിലേക്ക് ആദ്യമായിട്ട് വരുന്നത്. അതൊക്കെയാണ് സ്ട്രക്ചറൽ അപ്രോച്ചിനെ കുറിച്ച് പറയുമ്പം അതിൻ്റെ ഒരു ഹിസ്റ്ററി ഒക്കെ ആയിട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് സ്ട്രക്ചറൽ അപ്രോച്ചിൻ്റെ മെയിൻ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിനാണ് ഇവിടെ ഇമ്പോർട്ടൻസ് ഉള്ളത്. സ്ട്രക്ചറൽ മെത്തേഡ് എന്ന് പറയുന്നത് ലാംഗ്വേജ് ഈസ് എ സിസ്റ്റം ഓഫ് സ്ട്രക്ചറലി റിലേറ്റഡ് എലിമെൻറ്റ്സ് ലൈക്ക് ഫൊണീംസ്, മോർഫീംസ്, വേർഡ്സ്, സ്ട്രക്ചേഴ്സ് ആൻഡ് സെൻറ്റൻസ് ടൈപ്സ്. ദ സ്റ്റുഡൻസ് ആർ ടു മാസ്റ്റർ ദീസ് എലിമെൻറ്റ്സ് ടു ലേൺ ലാംഗ്വേജ്. എന്താണ് പറയുന്നത്? നമുക്കറിയാം അല്ലേ, ഏതൊരു ലാംഗ്വേജിനും അതിൻ്റെ കുറച്ച് സ്ട്രക്ചേഴ്സ് ഉണ്ടല്ലേ, അതിന് കുറച്ച് എലിമെൻറ്റ്സ് ഉണ്ടല്ലേ. സോ നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫോണീംസ്, മോർഫീംസ്, അങ്ങനെ വേർഡ്സ്, സെൻറ്റൻസ്, അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. സോ ഇതെല്ലാം കൂടി ചേർന്നതിനെയാണ് നമ്മൾ ഒരു ലാംഗ്വേജിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ ഒരു കുട്ടിക്ക് ഒരു ലാംഗ്വേജ് പഠിക്കണമെങ്കിൽ ഈ എല്ലാ എലിമെൻറ്റ്സും പഠിച്ചാൽ മാത്രമേ ആ ഒരു ലാംഗ്വേജിൽ അവന് മാസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്.
അതാണ് ഇതിൻ്റെ ഒരു മെയിൻ പ്രിൻസിപ്പിൾ. അതായത് ഒരു ലാംഗ്വേജ് പഠിക്കണമെങ്കിൽ നമ്മൾ അതിൻ്റെ സ്ട്രക്ചറാണ് ഫസ്റ്റ് പഠിക്കേണ്ടത്, അത്രേ ഉള്ളൂ. രണ്ടാമത്തെ പ്രിൻസിപ്പിളാണ് സ്റ്റുഡൻസ് ആക്ടിവിറ്റി ഈസ് ഓഫ് മച്ച് ഗ്രേറ്റർ ഇമ്പോർട്ടൻസ് ദാൻ ദ ടീച്ചേഴ്സ്. ഇവിടെ ടീച്ചേഴ്സിനല്ല ഇമ്പോർട്ടൻസ് ഉള്ളത്, ഇവിടെ സ്റ്റുഡൻസിൻ്റെ ആക്ടിവിറ്റീസിനാണ് ഇമ്പോർട്ടൻസ് ഉള്ളത്. ടീച്ചേഴ്സിൻ്റെ ആക്ടിവിറ്റിക്ക് അത്രത്തോളം വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. ദെൻ സ്പീച്ച് ആൻഡ് ഫോർമേഷൻ ഓഫ് ലാംഗ്വേജ് ഹാബിറ്റ്സ് ആർ മോർ ഇമ്പോർട്ടൻറ്റ്. നമ്മൾ പറഞ്ഞു ഇവിടെ സ്പീച്ചിനാണ്, കുട്ടിയുടെ ഫ്ലുവൻസി ഓഫ് സ്പീക്കിംഗ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു അപ്രോച്ച് കൊണ്ടുവന്നിട്ടുള്ളത്. കുട്ടിയിലൊരു ലാംഗ്വേജ് ഫോർമേഷനും കൂടാതെ കുട്ടിയിൽ ആ ഒരു ലാംഗ്വേജിൻ്റെ സ്പീക്കിംഗ് സ്കില്ലും കൂടി ഇംപ്രൂവ് ചെയ്യാണ് ചെയ്യുന്നത്. അടുത്തതാണ് മാസ്റ്ററി ഓഫ് സ്ട്രക്ചേഴ്സ് ഷുഡ് ബി അച്ചീവ്ഡ്. നമ്മൾ പറഞ്ഞു ആ ഒരു ലാംഗ്വേജ് കുട്ടി മാസ്റ്റർ ആവണമെങ്കിൽ ആ ഒരു ലാംഗ്വേജിൻ്റെ സ്ട്രക്ചർ കുട്ടി മനസ്സിലാക്കിയിരിക്കണം, കുട്ടി പഠിച്ചിരിക്കണം. എങ്കിൽ മാത്രമേ ആ ലാംഗ്വേജ് നന്നായിട്ട് കുട്ടിക്ക് പഠിക്കാൻ പറ്റുള്ളൂ. ദെൻ ടീച്ചിങ് ഈസ് മെയിൻലി ത്രൂ മീനിങ്ഫുൾ സിറ്റുവേഷൻസ്. മീനിങ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ മാത്രമാണ് ആ ഒരു ടീച്ചിങ് സാധ്യമാവുള്ളൂ എന്നാണ് പറയുന്നത്. ഇതൊക്കെയാണ് മെയിൻ പ്രിൻസിപ്പിൾസ് ആയിട്ട് പറയുന്നത്. അതേപോലെ ഈ ഒരു സ്ട്രക്ചറൽ അപ്രോച്ചിന് കുറച്ച് ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. അതെന്തൊക്കെയാണ്? ഈ ഒരു സ്ട്രക്ചറൽ അപ്രോച്ചിന് കുറച്ച് ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. ഈ ഒരു അപ്രോച്ചിലൂടെ കുട്ടി നേടിയെടുക്കേണ്ട കാര്യങ്ങൾ, അതായത് ദ സ്റ്റുഡൻസ് എസ്റ്റാബ്ലിഷ് 275 ഗ്രേഡഡ് സ്ട്രക്ചേഴ്സ്. 275 ഗ്രേഡഡ് സ്ട്രക്ചേഴ്സ് കുട്ടിയിൽ എസ്റ്റാബ്ലിഷ് ആവണം. അതേപോലെ ദ സ്റ്റുഡൻസ് അറ്റെയിൻ മാസ്റ്ററി ഓവർ അബൌട്ട് 3000 റൂഡ് വേർഡ്സ് ഫോർ ആക്റ്റീവ് യൂസ്. കുട്ടിയുടെ ആക്റ്റീവ് യൂസിന് വേണ്ടിയിട്ട് കുട്ടി ഒരു 3000-ലധികം വേർഡ്സ് കുട്ടി നേടിയെടുക്കണം. അതേപോലെ ദ സ്റ്റുഡൻസ് കോറിലേറ്റ് ഗ്രാമർ ആൻഡ് കമ്പോസിഷൻ വിത്ത് റീഡിംഗ് ലെസൺസ്. അങ്ങനെ കുറച്ച് ഒബ്ജക്റ്റീവ്സ് കൂടി പറയുന്നുണ്ട്. ഇതിൽ മെയിനായിട്ട് നമ്മൾ അതിൻ്റെ ഒരു പ്രിൻസിപ്പിൾ എന്താണെന്ന് മാത്രം പഠിച്ചാൽ മതി. അതായത് ഒരു ലാംഗ്വേജ് ഒരാൾ മാസ്റ്റർ ചെയ്യണമെങ്കിൽ അതിൻ്റെ സ്ട്രക്ചറിലൂടെ മാത്രമേ പറ്റുള്ളൂ. ആ സ്ട്രക്ചറാണ് ആദ്യം പഠിക്കേണ്ടത്, സ്ട്രക്ചറിനാണ് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, അത്രയേ ഉള്ളൂ. ഇനി നമ്മൾ ഈ ഒരു ലാംഗ്വേജിൻ്റെ സ്ട്രക്ചർ തിരഞ്ഞെടുക്കുന്നതിൽ കുറച്ച് ക്രൈറ്റീരിയാസ് നോക്കാനുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് പ്രിൻസിപ്പിൾസ് ഓഫ് സെലക്ഷൻ ഓഫ് സ്ട്രക്ചേഴ്സ്. ഒരു ലാംഗ്വേജിൻ്റെ സ്ട്രക്ചർ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അതിന് കുറച്ച് പ്രിൻസിപ്പിൾസ് നോക്കാനുണ്ട്. അതാണ് ഫസ്റ്റ് വൺ, യൂസ്ഫുൾനെസ്. ആ ഒരു ഗ്രാമർ അല്ലെങ്കിൽ ആ ഒരു സ്ട്രക്ചർ പഠിക്കുന്നതിൽ കുട്ടിക്ക് എന്ത് യൂസാണ് ഉള്ളത് അത് നോക്കിയിട്ട് വേണം നമ്മൾ ആ ഒരു സ്ട്രക്ചർ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. അതാണ് ഫസ്റ്റ് പറയുന്ന ഒരു ക്രൈറ്റീരിയ അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, യൂസ്ഫുൾനെസ്. രണ്ടാമത്തേതാണ് പ്രൊഡക്ടിവിറ്റി. ആ ഒരു സ്ട്രക്ചറിന് എന്ത് പ്രൊഡക്ടിവിറ്റിയാണുള്ളത്, കുട്ടിയിൽ എന്തെങ്കിലും ഒരു ഔട്ട്കം, ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സ്ട്രക്ചർ ആണോ നമ്മൾ സെലക്ട് ചെയ്തത്. മൂന്നാമത് പറയുന്നതാണ് സിംപ്ലിസിറ്റി. എത്രത്തോളം സിമ്പിളാക്കാൻ പറ്റുമോ നമുക്ക് അത്രത്തോളം കുട്ടിയിലേക്ക് അത് എത്തിക്കാൻ പറ്റും അല്ലേ. കുട്ടിക്ക് നന്നായിട്ട് ഗ്രാസ്പ് ചെയ്യണമെങ്കിൽ കുട്ടിയുടെ ലെവൽ അനുസരിച്ച് വേണം നമ്മൾ കാര്യം പഠിപ്പിച്ചു കൊടുക്കണമെങ്കിൽ. സോ സിംപ്ലിസിറ്റി അനുസരിച്ച് വേണം നമ്മളൊരു സ്ട്രക്ചർ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്തതാണ് ടീച്ചബിലിറ്റി. നമ്മളൊരു കാര്യം തിരഞ്ഞെടുത്തു, അത് നമുക്ക് നന്നായിട്ട് പഠിപ്പിക്കാൻ പറ്റണം അല്ലേ, നമുക്ക് നന്നായിട്ടത് ടീച്ച് ചെയ്യാൻ പറ്റണം. സോ ടീച്ചബിലിറ്റിയും ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. അടുത്തതാണ് ഫ്രീക്വൻസി. നമ്മൾ തിരഞ്ഞെടുക്കുന്ന ആ ഒരു സ്ട്രക്ചറിൻ്റെ ഫ്രീക്വൻസി എത്രമാത്രം ഉണ്ട് അതും കൂടി നമ്മൾ നോക്കണം. ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പ്രിൻസിപ്പിൾസ് ഓഫ് സെലക്ഷൻ ഓഫ് സ്ട്രക്ചേഴ്സ് പറയുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്. ഈ 5 കാര്യങ്ങളാണ്. എന്താണ് സ്ട്രക്ചറൽ അപ്രോച്ച് നമ്മൾ കണ്ടു അല്ലേ. ദർ ആർ അതർ ഡിഫറെൻറ്റ് അപ്രോച്ചസ് ടു ടീച്ച് ഇംഗ്ലീഷ്. അതായത് വൊക്കാബുലറി അപ്രോച്ച് ഉണ്ട്, ഗ്രാമർ അപ്രോച്ച് ഉണ്ട്, ഫങ്ഷണൽ അപ്രോച്ച് ഉണ്ട്. അങ്ങനെ നിരവധി അപ്രോച്ചസ് ഉണ്ട്. നമുക്ക് ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നിരവധി അപ്രോച്ചസ് ഉണ്ട്. സോ ഇതൊക്കെ പേര് പറയുന്നത് പോലെ തന്നെ ആ ഒരു കാര്യത്തിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു സ്ട്രക്ചറൽ അപ്രോച്ചിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നാണ്. ഫസ്റ്റത്തെ ഒരു അഡ്വാൻറ്റേജ് ആണ് ഇറ്റ് ഇംപ്രൂവ്സ് ഫ്ലുവൻസി ഓഫ് സ്പീച്ച്. സ്പീക്കിങ്ങിനാണ് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നമ്മൾ പറഞ്ഞല്ലേ, ഒരാൾക്ക് അയാളുടെ സ്പീക്കിംഗ് സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഒരാൾക്ക് നന്നായിട്ട് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ അയാൾക്ക് ഈ ഒരു സ്ട്രക്ചറൽ അപ്രോച്ചിലൂടെ പഠിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് കരസ്ഥമാക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. സോ ഇറ്റ് ഇംപ്രൂവ്സ് ഫ്ലുവൻസി ഓഫ് സ്പീച്ച്. അടുത്തതാണ് ദ സ്റ്റുഡൻസ് ഗെറ്റ് ക്ലിയർ നോളജ് ഓഫ് ദ സ്ട്രക്ചേഴ്സ്. ഓരോ ലാംഗ്വേജിൻ്റെയും സ്ട്രക്ചറിനെ പറ്റി കുട്ടിക്ക് നല്ലൊരു അവബോധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു അപ്രോച്ചിലൂടെ സാധിക്കും. അടുത്തതാണ് ദേ ലേൺ ടു യൂസ് ദ സ്ട്രക്ചേഴ്സ് ബിഫോർ ദേ റൈറ്റ് ദം. കുട്ടി എഴുതാൻ പഠിക്കുന്നതിന് മുമ്പ് തന്നെ കുട്ടി കാര്യങ്ങളൊക്കെ ആ ഒരു സ്ട്രക്ചർ, ഒരു ലാംഗ്വേജിൻ്റെ സ്ട്രക്ചർ പഠിച്ചു കഴിഞ്ഞാൽ കുട്ടിക്ക് വേഗം കാര്യങ്ങൾ എങ്ങനെ അത് യൂസ് ചെയ്യാം എന്നൊക്കെ കുട്ടിക്ക് വേഗം മനസ്സിലാവും അല്ലേ. സോ എഴുതുന്നതിന് മുമ്പ് തന്നെ കുട്ടിക്ക് അത് ആ ഒരു ലാംഗ്വേജിൻ്റെ സ്ട്രക്ചർ പഠിക്കാൻ വേണ്ടി പറ്റും. അടുത്തതാണ് ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് മോർ റിട്ടൻഷൻ പവർ. കുട്ടിയുടെ റിട്ടൻഷൻ പവർ ഇൻക്രീസ് ചെയ്യാൻ അല്ലെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു അപ്രോച്ചിലൂടെ സാധിക്കും. All the language skills are given importance, but speech is given priority.
നമ്മൾ പറഞ്ഞല്ലേ സ്പീക്കിങ്ങിനാണ് ഇവിടെ പ്രയോറിറ്റി കൊടുക്കുന്നത്, സ്പീക്കിങ്ങിനാണ്. പക്ഷേ എല്ലാ സ്കിൽസും നമ്മൾ LSRW എല്ലാത്തിനും അതിൻ്റേതായ ഇമ്പോർട്ടൻസ് ഈ ഒരു അപ്രോച്ചിൽ കൊടുക്കുന്നുണ്ട്. ദെൻ ഇറ്റ് മേക്സ് സ്റ്റുഡൻസ് ആക്റ്റീവ്. കുട്ടിയെ ആക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട്, ക്ലാസ്സിൽ കുട്ടിയെ ആക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു അപ്രോച്ചിലൂടെ സാധിക്കും. അതേപോലെ ദ സ്റ്റുഡൻസ് ബിക്കം ക്രിയേറ്റീവ് ലേണേഴ്സ്. കുട്ടികൾ ക്രിയേറ്റീവ് തിങ്കിങ്ങിലേക്ക് നമുക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു അപ്രോച്ചിലൂടെ സാധിക്കും. ദെൻ മീനിങ് ഫുൾ സിറ്റുവേഷൻസ് ഹെൽപ്പ് ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ്. നമ്മൾ മീനിങ് ഫുൾ സിറ്റുവേഷൻസിലൂടെയാണ് കുട്ടിയിലേക്ക് ഈ ഒരു സ്ട്രക്ചറൽ അപ്രോച്ചിലൂടെ നമ്മൾ ആ ലാംഗ്വേജ് പഠിപ്പിക്കുന്നത്. സോ ആ ഒരു സിറ്റുവേഷൻസ് എന്താണെന്ന് കുട്ടിക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ദെൻ വാട്ട് ഈസ് ലേൺ ക്യാൻ ബി റിട്ടേൺ ഫോർ ലോങ്. ദെൻ കമാൻഡ് ഓവർ ഇംഗ്ലീഷ് ഈസ് ഡെവലപ്ഡ്. അതായത് ഇംഗ്ലീഷിലുള്ള ആ ഒരു ഫ്ലുവൻസി കുട്ടിയിൽ ഡെവലപ്ഡ് ആവും. ദെൻ ഗുഡ് പ്രൊനൗൺസിയേഷൻ ഈസ് അക്കേർഡ്. കുട്ടിയിൽ നല്ലൊരു പ്രൊനൗൺസിയേഷൻ സ്കില്ല് ഡെവലപ്പ് ആവും. ദെൻ ലാംഗ്വേജ് ലേണിംഗ് ബിക്കംസ് എ ഹാബിറ്റ്. ഒരു ഹാബിറ്റായിട്ട് കുട്ടിയിൽ അത് മാറും. ദെൻ ഓൾ സ്റ്റുഡൻസ് ആർ ഈക്വലി ബെനഫിറ്റഡ്. എല്ലാ സ്റ്റുഡൻസിനും ഒരേപോലെ ഈക്വലായിട്ട് അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും, അവർക്ക് കാര്യങ്ങൾ കിട്ടും. സോ എല്ലാവർക്കും ഒരേപോലെ ബെനഫിറ്റ് ആവുന്ന ഒരു അപ്രോച്ചാണ് സ്ട്രക്ചറൽ അപ്രോച്ച് എന്ന് പറയുന്നത്. സോ എല്ലാത്തിനും അതിൻ്റേതായ മെറിറ്റ് ഉണ്ടെങ്കിൽ അതേപോലെ ഡിമെറിറ്റും ഉണ്ടാവും അല്ലേ. സോ എന്തൊക്കെയാണ് ഡിസഡ്വാൻറ്റേജ് നമുക്ക് നോക്കാം. ഇറ്റ് കൺസ്യൂംസ് എ ലോട്ട് ഓഫ് ടൈം. നമുക്കറിയാം ഗ്രാമർ പഠിക്കുക അല്ലെങ്കിൽ സ്ട്രക്ചർ പഠിക്കുക എന്ന് പറയുന്നത് തന്നെ അതൊരു വലിയ പ്രോസസ്സാണ്. സോ ഇങ്ങനെ പഠിക്കുമ്പം കുട്ടിക്ക് കുറേ ടൈം എടുത്തിട്ടായിരിക്കും കുട്ടികൾ പഠിച്ചെടുക്കുക. സോ ഇറ്റ് കൺസ്യൂംസ് എ ലോട്ട് ഓഫ് ടൈം. ദെൻ ഗ്രേഡിംഗ് ഓഫ് സ്ട്രക്ചേഴ്സ് ഈസ് ഈസി ഇൻ തിയറി ബട്ട് ഇൻ പ്രാക്ടീസ് ഇറ്റ് ഈസ് നോട്ട് സോ ഈസി. നമ്മൾ പറയാനൊക്കെ നമുക്ക് ഭയങ്കര എളുപ്പമായിരിക്കും, പക്ഷെ പറയുന്നത് പോലെ പ്രാക്ടിക്കലാക്കുമ്പം അല്ലെങ്കിൽ ഒരു പ്രാക്ടീസിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് അത്ര എളുപ്പമാവണം എന്നില്ല. ദെൻ ഇറ്റ് ഡസൻ മേക്ക് യൂസ് ഓഫ് പീപ്പിൾസ് നോളജ് ഓഫ് മദർ ടങ്. ഇവിടെ മദർ ടങ്ങിന് യാതൊരു ഇമ്പോർട്ടൻസും ഇല്ല, അതൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നുണ്ട്. അടുത്തതാണ് ഇറ്റ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ ഹയർ ക്ലാസ്സസ്. ഹയർ ക്ലാസ്സസിലേക്കൊന്നും ഇത് സ്യൂട്ടബിൾ അല്ല എന്നാണ് പറയുന്നത്. ഹയർ ക്ലാസ്സിലേക്കൊക്കെ എത്തുമ്പോൾ നമ്മൾ പോയട്രി പഠിപ്പിക്കാനും അല്ലെങ്കിൽ ഒരു നല്ലൊരു ഫിക്ഷൻസ് ഒക്കെ പഠിപ്പിക്കുകയാണെങ്കിൽ ഈ ഒരു അപ്രോച്ച് അതിന് സ്യൂട്ടബിൾ അല്ല. ദെൻ റിയലി കോമ്പീറ്റൻറ്റ് ടീച്ചേഴ്സ് ആർ റിക്വയർഡ്. ഈ ഒരു അപ്രോച്ചിലൂടെ കുട്ടികളെ പഠിപ്പിക്കണമെങ്കിൽ നല്ല കോമ്പീറ്റൻ്റ് ആയിട്ടുള്ള ടീച്ചേഴ്സ് വേണം. ബട്ട് ദേ ആർ റെയർലി അവൈലബിൾ. അതും ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. സോ ഇതൊക്കെയാണ് സ്ട്രക്ചറൽ അപ്രോച്ച് എന്ന് പറയുന്നത്. അതിൻ്റെ അഡ്വാൻറ്റേജസ് നമ്മൾ പഠിച്ചു, ഡിസഡ്വാൻറ്റേജ് പഠിച്ചു. കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ ഈ സ്ട്രക്ചറൽ അപ്രോച്ച് എന്ന് പറയുന്നത് ഒരു ഡയറക്റ്റ് മെത്തേഡിൻ്റെ ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത്രയേ ഉള്ളൂ സ്ട്രക്ചറൽ അപ്രോച്ച് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത അപ്രോച്ച് പഠിക്കാം. താങ്ക്